വീണ്ടും നമ്മളൊരു അടിപൊളിയായുള്ള സാരീസ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പം എല്ലാം കണ്ടോ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ചാർട്ടുകളാണ് വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറല്ല കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടെ തെളിച്ചുള്ള കളർ ഷീറ്റ്സുകളൊക്കെയാണ് ഇതിൽ കൂടുതലും വന്നേക്കുക. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ്. കണ്ടാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക മഡ്ക ടെസർ അല്ലെങ്കിൽ കൂസ ടെസറിൻ്റെ ഒക്കെ സ്റ്റൈല് വന്നാലും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് കുറച്ചും കൂടെ ഒരു ലോ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. 1290 ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ഇതുണ്ടോ ഫുൾ നല്ല ഹെവി ആയിട്ട് തന്നെ ടാസൽസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് അതുപോലെ ഫുൾ വർക്കൊക്കെ വരുന്നത് സെൽഫ് ടോൺ വർക്കാണ് കൊടുത്തേക്കുക. നമുക്ക് ഫുൾ നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ. നല്ലൊരു കൈൻഡ് ഓഫ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഗ്രീൻ ബേസ് കളറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ചെറിയ സെൽഫ് ടോൺ വർക്ക്സ് ആണ്. അപ്പർ പോർഷൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ വർക്ക്സ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ താഴെ ഭാഗമാണ് മെയിൻലി ഇതിൻ്റെ ഹൈലൈഷൻ എന്ന് പറഞ്ഞത്. ബോർഡർലെസ് ആണ്. സാരിയുടെ ഇതുണ്ടോ ടാസൽസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു നല്ലൊരു കൈൻഡ് ഓഫ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീനിൻ്റെ കളർ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതെല്ലാം കുറച്ചും കൂടി ഒരു 3000 അടുത്ത് റേഞ്ച് വരുന്നായിരുന്നു. അപ്പം അതുപോലെ ഇച്ചിരൂടെ റേറ്റ് കുറഞ്ഞത് വേണം എന്നുള്ളവർക്ക് ഇതും പർച്ചേസ് ചെയ്യും. ഇതും ആ ഒരു ഗ്രാൻഡ് ലുക്ക് തന്നെയാണ്. ഇപ്പം ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല അടിപൊളി ഐറ്റമാണ്. സെൽഫ് ടോണിൽ നല്ല ഹെവി. ഇതൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡുമാണ്. അതായത് ഒരു ലെവൻഡറിൻ്റെയും ഒരു സിൽവർ ആഷിൻ്റെയും ഒരു ബ്ലെൻഡാണ് കളർ. സോ ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. പിങ്കിൽ ലെവൻഡറിൻ്റെയും കൂടെ ഒരു ഹൈലൈഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൗസിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ബ്ലൗസ് സെയിം ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൈസ് റേഞ്ച് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് കണ്ടാൽ നമ്മുടെ ആ ഒരു മഡ്ക ടെസറിൻ്റെ ഒക്കെ അത് സെയിം എക്സാക്റ്റ് ആ ഫാബ്രിക്കിൽ എന്നാലും അതുപോലെയൊക്കെ നിൽക്കുന്ന പോലത്തെ അതിൻ്റെ ഒരു വേരിയൻറ്റ് സ്റ്റൈലാണ് ഈ ഒരു ഫാബ്രിക്ക് കണ്ടാൽ നമുക്ക് തോന്നുക. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്, ബട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സോ അടുത്ത കളർ ഇതാണ്. ഗ്രീനല്ല, ഒരു ബ്ലൂ ബേസ് ആണ്. ചെറിയൊരു സിൽവറിന്റെ ബ്ലെൻഡുള്ള ബ്ലൂവിന്റെ ഷെയ്ഡാണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. അത് കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് സാരീസ് കൂടുതലും പേരൻസ് ഒക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അവരുടെ ആ ഒരു ടേസ്റ്റിന് പറ്റിയ ഷെയ്ഡ്സുകളാണ്. ഭയങ്കര ഡാർക്ക് അല്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ കളർ ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. അതും ഓവർ ആയിട്ടുള്ള ഫീലിംഗ് വരാതിരിക്കാൻ തന്നെ എല്ലാം സെൽഫ് ടോണിലാണ് വർക്കും. ഇതേപോലെയൊക്കെ ചെയ്യുമ്പം വരാനായിട്ട് ടാസൽസും ഉണ്ട്. സോ അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു പീച്ച് പിങ്കിന്റെ കളർ ഷെയ്ഡാണ്. തെളിച്ചുള്ള ഏറ്റവും കൂടുതൽ അമ്മമാർ സെലക്ട് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡാണിത്. ആൻഡ് ഇതുണ്ടോ സെൽഫ് ടോണിൽ ഹെവി ആയിട്ട് വർക്ക്. എല്ലാത്തിലും ഈ ഒരു പോർഷനിലാണ് മെയിൻലി ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നത്. ബാക്കി പോർഷൻസിൽ ചെറിയ ഈ ഒരു എംബ്രോയിഡറി വർക്ക്സ് സ്പ്രെഡ് ചെയ്ത് വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് സെയിം ഫാബ്രിക് പ്ലെയിൻ ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് എല്ലാം നമ്മുടെ കുറച്ചും കൂടെ മദർ സ്റ്റൈൽ കളർ ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുക. അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കളർ ഷെയ്ഡ്സും ഫാബ്രിക്കും അതെ. അതായത് ഭയങ്കര ഇങ്ങനെ ഫ്ലോയി അല്ല, ഭയങ്കര സ്റ്റിഫ് അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് ആ പ്ലീറ്റ്സ് എടുത്ത് അതുപോലെ ഇട്ടാൽ കിടക്കുന്ന ആ ഒരു ലുക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരീസ് ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ സാരീസ് അങ്ങനെ എപ്പോഴും ചെയ്യാറില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. ഓരോ ഡിസൈൻസിലും 2-3 പീസസ് ഒക്കെ വരുള്ളൂ. അപ്പം വേഗം പർച്ചേസ് ചെയ്യുക. 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. Thank you.